നമസ്കാരം. ഇന്ന് തൈപ്പൂയമാകുന്നു. സാക്ഷാൽ പരമശിവന്റെ പുത്രനായ സുബ്രഹ്മണ്യ സ്വാമിയുടെ മുരുകന്റെ പിറന്നാളാണ് ഇന്നേ ദിവസം സ്വാമിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന, ഭഗവാന്റെ അനുഗ്രഹത്താൽ സംഭവിക്കാവുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ ഈ 2 മുരുക ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരണം എന്ന് സ്വാമിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തന്നിരിക്കുന്നതായ 2 മുരുക ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ഓം വജത് ഭുവേ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ മുരുക ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ജീവിതത്തിൽ വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നുവരും എന്ന് തന്നെ പരാമർശിക്കാം. ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിത വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന് അനുകൂലമായ സാഹചര്യങ്ങളാണ് ജീവിതത്തിലേക്ക് കടന്നു വരിക. ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കും, നാൾക്ക് നാൾ വർദ്ധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ജോലി നിങ്ങൾക്ക് അനുകൂലമായി തീരും. സാമ്പത്തികമായ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ കടന്ന് വരിക തന്നെ ചെയ്യും. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനും ഉയർച്ച നേടുവാനും സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് കടന്നു വരിക. വിദ്യയിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിദ്യയിൽ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. അവിവാഹിതരായ വ്യക്തികളാണ് എങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായി ഭവിക്കാവുന്നതുമാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളാണ് പ്രധാനമായും യാത്രകളുമായി ബന്ധപ്പെട്ടും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിലേക്ക് വന്നു ചേരുക. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതായ ദിവസങ്ങളാണ് കടന്നു പോകുന്നത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. മാനസികപരമായ വിഷമങ്ങളും പ്രയാസങ്ങളും നിങ്ങളുടെ ജീവിതത്തെ വളരെ ദോഷകരമായി ബാധിച്ചിരിക്കുന്നു എന്നതും വാസ്തവമായ കാര്യമാണ്. അത്തരം ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു ചേരും. മാനസിക വിഷമതകൾ ജീവിതത്തിൽ നിന്നും അകലുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. രോഗദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്ന് പോകുന്നതായ സാഹചര്യം കടന്ന് വരാവുന്നതാണ്. രോഗദുരിതങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി മുന്നോട്ട് കുതിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. വീട്, ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാവുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ആഗ്രഹങ്ങൾ പലതും മനസ്സിലുണ്ട്. എന്നാൽ പലപ്പോഴും ഈ ആഗ്രഹങ്ങൾ ശരിയായ രീതിയിൽ നടക്കാത്തതായ സാഹചര്യങ്ങൾ, അനുകൂലമാകാത്തതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമായി തീരാവുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കുക. സമാധാനപൂർണമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും പല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിൽ അലട്ടിയിരുന്നതായ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ പല കാര്യങ്ങളും നടക്കേണ്ടതായ സമയത്ത് നടക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കാര്യങ്ങൾ കൃത്യസമയത്ത് തന്നെ നടക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. എന്നാൽ പല കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ആലസ്യം നിങ്ങൾ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അന്നേ ദിവസം ചെയ്യേണ്ടതായ കാര്യങ്ങൾ അന്നേ ദിവസം തന്നെ ചെയ്യുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, കുടുംബത്തിലെ മറ്റംഗങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ, അവരുടെ പിന്തുണ,
ആർജിച്ചെടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. പെട്ടെന്ന് തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. മനസ്സിനെ അലോസരപ്പെടുത്തുന്നതായ വിഷമങ്ങൾ നൽകുന്നതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ പോലും നേടിയെടുക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. പ്രധാനമായും ഭഗവാന്റെ അനുഗ്രഹത്താൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. കൂടാതെ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്നതായ പല ദോഷകരമായ കാര്യങ്ങളെയും മുൻകൂട്ടി തിരിച്ചറിയുവാനോ അവരുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്നതായ ദോഷകരമായ പല കാര്യങ്ങളെയും ഫലപ്രദമായി തന്നെ തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കും. മുരുകസ്വാമിയുടെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. അപ്രതീക്ഷിതമായ അത്ഭുതകരമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതായ സമയമാണ് കടന്നു വരിക എന്ന് മനസ്സിലാക്കുക. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്രമേണ അനുകൂലമാകുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ചെയ്യുന്നതായ പ്രവൃത്തികൾ അനുകൂലമാവുക, ആഗ്രഹ സാഫല്യങ്ങൾ കടന്നു വരിക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. 41 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീർക്കാവുന്ന സാഹചര്യങ്ങൾ കടന്നു വരും. നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരം എന്ന് തോന്നുന്നതായ പല കാര്യങ്ങളെയും ഈ സമയം ഒഴിവാക്കി നിങ്ങൾക്ക് മുന്നോട്ട് കുതിക്കുവാൻ സാധിക്കും. പല മേഖലകളിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. അതിൽ പ്രധാനപ്പെട്ടത് വിദ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകുന്നു. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടുതൽ അനുകൂലമാകുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് അനുകൂലമായി തീരും. ധനപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ആത്മാർത്ഥമായി ഒരു കാര്യത്തെ ആഗ്രഹിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. ആത്മാർത്ഥമായി ചെയ്യുന്ന പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. ഭഗവാൻ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്ന കാര്യമാണ് പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുള്ളത്. ദിവസവും നിങ്ങൾ അതിനാൽ ഭഗവാനെ ആരാധിച്ച് തന്നെ മുന്നോട്ട് പോവുക. വിഷമകരം എന്ന് തോന്നുന്നതായ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ജീവിതത്തിലേക്ക് കടന്നു വരിക. പല വ്യക്തികളും ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വരാം. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം, സുഹൃത്താകാം, ഗുരുവാകാം, അതല്ല പങ്കാളിയുമാകാം. അത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമാകുന്ന പല സാഹചര്യം ഒരുക്കുവാനും പുതിയ വ്യക്തികളെ കൊണ്ട് സാധിക്കും. അത് കർമ്മ മേഖലയിൽ ഉയർച്ച, മറ്റ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ ഇവരാൽ നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. കൂടാതെ കളങ്കമില്ലാത്ത മനസ്സായതിനാൽ തന്നെ നിങ്ങൾക്ക് പല വിഷമതകളും മനസ്സിലുണ്ട്. പെട്ടെന്ന് തന്നെ വിഷമിക്കുന്നതായ സാഹചര്യങ്ങൾ പലപ്പോഴും ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമാണ്. എന്നാൽ പലവിധ ചിന്തകളും നിങ്ങൾ മനസ്സിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യമാകുന്നു. കാരണം ജീവിതത്തിൽ ആപത്ത് നൽകുന്നതായ അത്തരം ചിന്തകൾ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോവുകയും ആത്മവിശ്വാസം വളർത്തിക്കൊണ്ടുവരേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതിന് നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. അപകട സാധ്യതകൾ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റുള്ളവർ അവഗണിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമാണ്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. സ്വസ്ഥത ഇല്ലാത്തതായ സാഹചര്യങ്ങൾക്ക് അല്പമെങ്കിലും മാറ്റങ്ങൾ വന്നു ചേരുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും അപവാദങ്ങൾ കേൾക്കുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. ചെയ്യാത്ത തെറ്റിനാൽ പോലും പലപ്പോഴും അപവാദങ്ങൾ അനുഭവിക്കേണ്ടതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. സാമ്പത്തിക പരാധീനതകൾ, സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. സാമ്പത്തിക പരാധീനതകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെയെങ്കിലും ഒഴിവാക്കുവാൻ സാധിക്കും. ആരോ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതായ സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ചില വിഷമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. അത്തരം വ്യക്തികൾ അടുക്കുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ മറക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്.
കൂടാതെ ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുഭവിച്ചു പോരുന്ന ദുഃഖ ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ വഴികൾ നിങ്ങളിലേക്ക് വന്നു ചേരും. ധനം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായ സാഹചര്യം വന്നു ചേരും. ഈ സമയം ഭഗവാനെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക.